ഹലോ ഗൈസ്, ഇന്നത്തെ എപ്പിസോഡിൽ ആദർശിന് ഒരു കുഞ്ഞ് വേണമെന്നൊക്കെ തോന്നി തുടങ്ങുക കേട്ടോ. അതായത് ഫസ്റ്റ് എന്നെ കാണിക്കുന്നത് നയന ഓരോ പണികൾ ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ അങ്ങോട്ടേക്ക് ജലജ വരുന്നുണ്ട്. സാധാരണ ജലജയ്ക്ക് ആരെങ്കിലുമൊക്കെ കാണുമ്പോൾ ഇങ്ങനെ കുത്തി വർത്താനം പറഞ്ഞില്ലെങ്കിൽ ഒരു സമാധാനം ഉണ്ടാവില്ലല്ലോ. അപ്പൊ അതുപോലെ തന്നെ ജലജ ഇവിടെയും പറയാൻ കേട്ടോ. കോടികൾ ആസ്തിയുള്ള വീട്ടിലേക്ക് കയറി വന്നപ്പോ പല സ്വപ്നങ്ങളും കണ്ടായിരിക്കും വന്നത്. പക്ഷെ എന്ത് ചെയ്യാനാ, മരുമകളായി വന്നവൾക്ക് ഇവിടെ വേലക്കാരിയുടെ സ്ഥാനാ. അപ്പച്ചി, ഞാനിങ്ങോട്ട് കയറി വന്ന സാഹചര്യമൊക്കെ അപ്പച്ചിക്ക് എന്നേക്കാൾ നന്നായിട്ടറിയാം. കോടികൾ കണ്ടുകൊണ്ട് ഒന്നുമല്ല ഞാൻ ഇങ്ങോട്ട് വന്നത്. എൻ്റെ അമ്മായിയമ്മ എന്നെ മരുമകളായി അംഗീകരിക്കുന്നില്ലെന്നുള്ളത് ശരിയാ. പക്ഷെ എൻ്റെ ഭർത്താവ് എന്നെങ്കിലും എന്നെ ഭാര്യയായിട്ട് അംഗീകരിക്കും. അതുവരെ ഞാൻ എങ്ങനെ ഇവിടെ പിടിച്ചു നിൽക്കാനും തയ്യാറാണ്. എന്നാൽ ഇതൊക്കെ കേട്ടോണ്ട് ആദർശ് അങ്ങോട്ടേക്ക് വരുന്നുണ്ട്. അപ്പൊ ജലജ പറയുന്നുണ്ട്, അതേടി, അർഹതയില്ലാതെ കയറി വന്ന നിങ്ങൾക്കൊക്കെ ഞങ്ങളുടെ പാദസേവ ചെയ്ത് ഇവിടെ ശിഷ്ടകാലം ജീവിക്കാം. നിനക്കും നിന്റെ ചേച്ചിക്കും കോടികൾ ആസ്തിയുള്ള ഈ അനന്തപുരിയില് വേലക്കാരിയുടെ സ്ഥാനം തന്നെ കിട്ടിയത് വലിയ കാര്യമെന്ന് കരുതിക്കോ. പിന്നെ നിന്റെ ചേച്ചി ഉണ്ടല്ലോ, അവള് നന്നായിട്ട് നാടകം കളിച്ച എന്റെ മകന്റെ ജീവിതം കുട്ടിച്ചോറാക്കിയില്ലേടി. അത് നിങ്ങളുടെ മകന്റെ കയ്യിലിരിപ്പാ. അതേടി, അതുകൊണ്ട് നിനക്കൊക്കെ ഇവിടെ കിടന്ന് വിലസാനായി. ഇപ്പൊ നീ കെട്ടേണ്ടവനെയാ അവള് കെട്ടേണ്ടിയിരുന്നത്. എന്തൊക്കെ പറഞ്ഞാൽ എന്താ, നിന്റെ ചേച്ചി ആള് കൊള്ളാം. എന്റെ മോനെ മയക്ക് കെടുത്തിയിട്ടാണെങ്കിലും അവള് ഗർഭിണിയായല്ലോ. നിനക്ക് അതിനു പോലുള്ളൊരു ഭാഗ്യമില്ലെന്നർത്ഥം. ഇത് കേട്ടപ്പോ തന്നെ നയനക്ക് വലിയ വിഷമാവാട്ടോ. ജലജയുടെ ആ ചോദ്യത്തിന് മുന്നിൽ തല താഴ്ത്തി നിൽക്കുന്ന നയനയെ കണ്ടപ്പോ ആദർശിന് വലിയ വിഷമാവുന്നുണ്ട്. ഇതിലെല്ലാം കാരണം താനല്ലേന്ന് ആദർശിന് കുറ്റബോധം തോന്നുന്നുണ്ട്. വീണ്ടും ജലജ പറയാണ്, എടി, നിനക്ക് ഇനിയുള്ള കാലം ഇങ്ങനെയേ ജീവിക്കാൻ പറ്റൂ. ഇതാ നിന്റെ ജീവിതത്തിൽ പറഞ്ഞിട്ടുള്ളത്. അതായത് നീ ജീവിതത്തിൽ ഒരു പാഴാണെന്നർത്ഥം. അപ്പച്ചി, ഞാൻ അപ്പച്ചിയോട് എന്ത് ചെയ്തു? എന്തിനാ അപ്പച്ചി എന്നോട് ഇങ്ങനെ കുത്തി നോവിക്കുന്ന രീതിയിൽ സംസാരിക്കുന്നത്? എടി, നീയൊക്കെ അട്ട പറ്റിയ പോലെ മെത്തയെ കിടക്കുമ്പോൾ വലിച്ചേർക്കാൻ കുറച്ച് ബുദ്ധിമുട്ട് കാണും. പക്ഷെ സാവകാശം രണ്ടിനെയും ഞാൻ ഇവിടെ നിന്ന് അടിച്ചിറക്കും. ദേ അപ്പച്ചി, എന്നെ നിങ്ങൾ എന്ത് വേണമെങ്കിലും പറഞ്ഞു. പക്ഷെ എന്റെ ചേച്ചിയുടെ വയറ്റിലുള്ളത് അബിയുടെ കുഞ്ഞാ. സ്വന്തം മകന്റെ കുഞ്ഞ് വയറ്റിൽ കിടക്കുമ്പോൾ ഇനിയെങ്കിലും എന്റെ ചേച്ചിയെ മരുമകളായി കണ്ടൂടെ? അപ്പോഴും ചേച്ചിയെ പുറത്താക്കണമെന്നുള്ള ചിന്ത മാത്രമേ ഉള്ളൂ നിങ്ങൾക്ക്. അതെടി, ഈ കുഞ്ഞെ എനിക്ക് എന്റെ മകനും വലിയ തലവേദന തന്നെയാ. ഏതായാലും നിനക്ക് ബുദ്ധിയുണ്ട്. ഏട്ടത്തേക്ക് നീയൊരു തലവേദന ഉണ്ടാക്കി കൊടുത്തില്ലല്ലോ. അതിനും വേണോടി നായനെ ഒരു ഭാഗ്യം. ജീവിതത്തിൽ നിന്നെപ്പോലൊരു ഭാഗ്യം കെട്ടവള് വേറെ എവിടെ ഉണ്ടാവില്ല. ഒന്നുമില്ലെങ്കിലും അമ്മയെ കാണിക്കാനല്ലേലും നിന്നോട് അവൻ എന്തെങ്കിലും സ്നേഹത്തോടെ സംസാരിച്ചിട്ടുണ്ടോ? ഇതൊക്കെ കേട്ടപ്പോ നയനക്ക് വലിയ വിഷമാവാൻ കേട്ടോ. ആദർശ് നയനയുടെ മുഖത്തേക്ക് ഇങ്ങനെ ശ്രദ്ധിച്ചുകൊണ്ട് നിൽക്കുന്നുണ്ട്. അപ്പോഴാണ് അങ്ങോട്ടേക്ക് ജാനകി വരുന്നത്. ആ ജലജ, അബി എവിടെ പോയി? അവനവിടെ എങ്ങാനും കാണും ജാനകി. എന്തേ? ഏയ്, നീ എന്താ ഇവിടെ നിൽക്കുന്നത്? താഴെ വിരുന്നേരൊക്കെ വന്നിട്ടുണ്ട്, നിങ്ങളൊക്കെ തിരക്കുന്നു. അങ്ങോട്ട് ചെല്ല്. ഹാ ജാനകി, ഞാനിവളെയൊന്ന് ഉപദേശിച്ചു കൊടുത്തതായിരുന്നു. ഉപദേശോ? എന്തുപദേശം? ഏയ് ഒന്നുമില്ല. കല്യാണം കഴിഞ്ഞ പെണ്ണുങ്ങളെ ആദ്യം ആഗ്രഹിക്കുന്നത് എന്തായിരിക്കും? കുഞ്ഞിന്റെ കാര്യം ഞാൻ പറഞ്ഞത്. അതിനുള്ള ഭാഗ്യം ഇവക്കില്ലല്ലോ എന്ന് പറയായിരുന്നു. ഇതൊക്കെ ആദർശ് കേട്ടോണ്ട് നിൽക്കുന്നുണ്ട് കേട്ടോ. അപ്പൊ ജാനകി പറയുന്നുണ്ട്, അതൊക്കെ പറഞ്ഞാൽ മനസ്സിലാവുന്നവരോട് പറഞ്ഞിട്ടേ കാര്യമുള്ളൂ. കയറി വന്നതേ അർഹതയില്ലാതെ. ഇനി എങ്ങനെയെങ്കിലും പിടിച്ചിരിക്കട്ടെ, അതൊക്കെ കഴിഞ്ഞിട്ട് ആലോചിക്കാം ബാക്കി കാര്യങ്ങള്. ഇപ്പൊ എങ്ങനെയെങ്കിലും പോകുന്നത് ഭാഗ്യം എന്ന് വിചാരിച്ചാ മതി. അതെ അതെ, എന്തൊക്കെ പറഞ്ഞാലും ഇവളുടെ ചേച്ചി നല്ല തരികിടകാരിയാ. നേരത്തെ അക്കാര്യം ഒപ്പിച്ചെടുത്തല്ലോ, അതായത് സ്ഥാനമുറപ്പിക്കൽ. അപ്പൊ ജാനകി ഉള്ളി തട്ടിയുള്ള ഒരു സംസാരം പറയുന്നുണ്ട്. ഇവിടെ പലരും വീണ്ടും സ്ഥാനമുറപ്പിക്കാൻ ശ്രമിക്കുന്നുണ്ട്. പക്ഷേ അത് തുടങ്ങുന്നതിന് മുമ്പേ വേരോടെ പിഴുതെറിയണം, അല്ലെങ്കിൽ അത് പടർന്ന് പന്തലിക്കും. അപ്പൊ നയന ചോദിക്കുന്നുണ്ട്, ഹെളേമേ, ഞാൻ ഹെളേമയോട് എന്താ ചെയ്തത്? ഞാൻ എന്തെങ്കിലും തെറ്റ് ചെയ്തിട്ടുണ്ടോ? ഹെളേമ എന്തിനാ ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത്? അയ്യോ, എനിക്ക് നിന്നോട് വിസ്തീർണിച്ച് സംസാരിക്കാനുള്ള സമയമൊന്നുമില്ല. ജലജ, ഞാൻ നിന്നെ വിളിക്കാൻ വന്നതാ. താഴേക്ക് വാ, എല്ലാവരും അന്വേഷിക്കുന്നു. ഓ ശരി, ഞാൻ വരാം. ഇതും പറഞ്ഞ് ഒരു പുച്ഛ മനോഭാവത്തോടെ രണ്ടുപേരും അങ്ങോട്ട് പോകുന്നുണ്ട് കേട്ടോ. ആദർശനാണെങ്കിൽ നല്ല വിഷമാകുന്നുണ്ട്. നയന അവര് പോയി കഴിഞ്ഞപ്പോൾ ഒരു തൂണിന്റെ മറവിലേക്ക് മാറി നിൽക്കാണ്. നയനക്ക് വല്ലാത്ത ദുഃഖമുള്ള പോലെ കേട്ടോ. തേങ്ങി തേങ്ങി ഉള്ളിൽ കരയുന്ന പോലെയൊക്കെ ആദർശന് തോന്നുന്നുണ്ട്. അങ്ങനെ നയന വിഷമിച്ചോടെ മുറിയിലേക്ക് വരുന്നുണ്ട്. അപ്പൊ ആദർശ് നയനയുടെ പിന്നാലെ പോകുന്നുണ്ട് കേട്ടോ. ആദർശ് എന്നിട്ട് നയനയെന്ന് പതുക്കെ വിളിക്കുന്നുണ്ട് കേട്ടോ. നയനെ. ആദർശേട്ടാ. അല്ല, നിന്റെ മുഖത്തിനെന്താ ഒരു വാട്ടം പോലെ? ഏയ് ഒന്നുമില്ലല്ലോ. ഏയ് അതല്ല, എന്തോ പറ്റിയിട്ടുണ്ട്. ഇവിടെ ആരെങ്കിലും എന്തേലും പറഞ്ഞോ? ഏയ് എന്നോട് എന്ത് പറയാനാ? കണ്ണിലെ പൊടി പോയതാന്ന് തോന്നുന്നു. ആണോ? ഞാനൊന്ന് നോക്കട്ടെ എന്നും പറഞ്ഞ് ആദർശ് നയനയുടെ കണ്ണിലേക്ക് ഇങ്ങനെ പതുക്കെ പിടിച്ച് ഊതി കൊടുക്കുന്നുണ്ട് കേട്ടോ. അതൊക്കെ കഴിഞ്ഞപ്പോൾ ആദർശ് പറയുന്നുണ്ട്, അതെ, ഈ ലൈഫ് എന്നൊക്കെ പറയുന്നത് എൻജോയ് ചെയ്യാനുള്ളതാ. ഈ കപ്പിൾസ് ആയിട്ട് എൻജോയ് ചെയ്യേണ്ട സമയത്ത് എൻജോയ് ചെയ്യണം. അപ്പൊ നയന ചോദിക്കുന്നുണ്ട്, അല്ല അതിപ്പോ എന്തിനാ ഇപ്പൊ പറയുന്നേ? അതെ, എനിക്കറിയാം നിനക്ക് വലിയ പരാതിയാ. ഞാൻ നിന്നെ സ്നേഹിക്കുന്നില്ല, അമ്മയ്ക്ക് വേണ്ടി മാത്രം നിന്നെ സ്നേഹിക്കുന്നു. എന്നാലേ അങ്ങനെ ഒരു ആദർശം ഉണ്ടായിരുന്നു. പക്ഷെ ഇപ്പൊ അങ്ങനെയല്ല. എന്റെ ഭാര്യയും അമ്മയും എല്ലാവരും എനിക്ക് വേണം. പിന്നെ ഇത്രത്തോളം സ്നേഹനിധിയായ ഭാര്യയെ ഞാൻ എന്തിനാ കൈവിട്ട് കളയുന്നേ?
ശരിക്കും പറയാൻ നയനയ്ക്ക് ഇതൊക്കെ കേട്ടപ്പോൾ സന്തോഷമാവാൻ കേട്ടോ. അപ്പൊ നയന ചോദിക്കുന്നുണ്ട്, അല്ല ഞാൻ സ്നേഹനിധിയായ ഭാര്യ തന്നെയാണോ? പിന്നെ അല്ലാതെ ഇങ്ങനെ ഒരു ഭാര്യയെ ഞാൻ കൈവിട്ട് കളയോ? അപ്പൊ നയന ചോദിക്കുന്നുണ്ട് കേട്ടോ, അല്ല എന്താ ആദർശേട്ടന് ഇപ്പൊ ഒരു മാറ്റം? ദേ കണ്ടോ, ഞാൻ സ്നേഹത്തോട് സംസാരിക്കുമ്പോൾ പറയുന്നു നോക്കിയേ, വെറുതെ അല്ല, നിനക്ക് ഞാൻ പറയുന്ന പോലെ തന്നെ അഹങ്കാരം. അല്ല ആദർശേട്ടാ, ഞാൻ പെട്ടെന്നൊരു മാറ്റം കണ്ടപ്പോൾ പറഞ്ഞതാ. പിന്നെ ഇതെന്റെ സത്യസന്ധമായിട്ടുള്ള മാറ്റമാണ്. നിനക്ക് രാത്രി പുറത്തു പോകുന്ന ഇഷ്ടമല്ലേ? നമുക്ക് ഇന്ന് രാത്രി ഒന്ന് ചുറ്റി ഡിന്നറൊക്കെ കഴിച്ചു വന്നാലോ? എന്നിട്ട് എന്തിനാ അമ്മ പിടിച്ച എന്റെ പേര് പറയാനോ? ഇന്ന് ഞാൻ നിന്റെ പേര് പറയില്ല, എന്റെ പേര് തന്നെ പറഞ്ഞോളാം. അല്ലേനും ഞാനെന്തിനാ നിന്റെ പേര് ഇനി പറയുന്നത്? ഞാൻ കള്ളമൊന്നും ചെയ്തില്ലല്ലോ, എന്റെ ഭാര്യയായിട്ടല്ലേ പുറത്തു പോകുന്നത്. അതുകൊണ്ട് ഒരു കുഴപ്പമില്ല. നീ പറഞ്ഞ പോലെ തെറ്റ് ചെയ്താലല്ലേ പേടിക്കേണ്ട ആവശ്യമുള്ളൂ. അതെ അതെ, ഇപ്പോഴെങ്കിലും ആദർശേട്ടന് ബോധ്യപ്പെട്ടല്ലോ അത്. ഓ ഉവ്വ് കിട്ടുന്ന സമയത്തൊക്കെ എന്നെ ഇങ്ങനെ ഏറിലിട്ട് തൂക്കടി. എടി, നിന്റെ ഈ അഹങ്കാരാണ് എനിക്ക് നിന്നോട് ദേഷ്യം പിടിപ്പിക്കുന്നത്. ഞാൻ നിനക്കൊന്ന് താഴ്ത്തു തരുമ്പോ നീ തലേ കയറി നിറങ്ങുന്നോ? അയ്യോ, ഞാനൊന്നും പറഞ്ഞില്ലേ. ആദർശേട്ട പറഞ്ഞ പോലെ രാത്രി നമുക്ക് പോവാം. ശരി നയനെ, ഞാൻ നിന്നോടൊരു കാര്യം ചോദിക്കട്ടെ? എന്താ? നിനക്ക് ഒരമ്മയാകാത്തതിൽ വിഷമം ഉണ്ടാകുമെന്ന് എനിക്കറിയാം. നീ വിഷമിക്കണ്ട, എല്ലാവരും എപ്പോഴും ഒരുപോലെ ആവണമെന്നില്ലല്ലോ. നീ വിഷമിക്കണ്ട, കുറച്ചാലും നമുക്ക് എൻജോയ് ചെയ്യണ്ടേ? അപ്പോൾ ആദർശ് അവിടെ പറയാതെ പറയാട്ടോ നയനോട് നമുക്കൊരു കുഞ്ഞു വേണമെന്നുള്ളത്. എന്തായാലും ഇത് കേട്ടപ്പോൾ നയനയ്ക്ക് വലിയ സന്തോഷമാവാണ് കേട്ടോ. സ്വന്തം ഭാര്യയായിട്ട് അംഗീകരിച്ചു എന്നുള്ളതിന്റെ തെളിവാണത്. അപ്പൊ നയനയ്ക്ക് ഒരുപാട് സന്തോഷമാവുന്നുണ്ട്. അപ്പൊ ആദർശ് പറയാട്ടോ, നയനെ ഒന്ന് തിരിഞ്ഞുന്നേ. എന്നിട്ട് ആദർശ് നയനെ ഒന്ന് പൊക്കി പിടിക്കാട്ടോ. അപ്പൊ നയന പറയുന്നുണ്ട്, അയ്യോ ആദർശേടാ, എന്നെ താഴെ ഇറക്ക്, ഞാനിപ്പോ വീഴും. നിന്നെ താഴെ ഇറക്കില്ലടി അഹങ്കാരി. എന്തായാലും അടിപൊളി ട്വിസ്റ്റ് നിറഞ്ഞ എപ്പിസോഡാട്ടോ ഇനി വരാനിരിക്കുന്നത്. അടിപൊളി എന്ന് പറഞ്ഞാൽ അത്രയ്ക്കും അടിപൊളി. കാരണം ആദർശ് ഇപ്പോൾ നയനോട് അത്രയ്ക്കും അടുത്ത് കഴിഞ്ഞു. ഇനി ദേവയാനും നയനയായിട്ട് നന്നായി എടുക്കുന്ന എപ്പിസോഡുകളൊക്കെ ആട്ടോ വരാൻ പോകുന്നത്. അപ്പോൾ എപ്പിസോഡ് കിട്ടാനായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തേക്കുക, അതോടൊപ്പം ലൈക്ക് ചെയ്തേക്കുക. അപ്പോൾ നെക്സ്റ്റ് വീഡിയോയിൽ കാണുന്നവരേക്കും ബൈ ഗായ്സ്.